എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞുടുപ്പിൻ്റെ വീഡിയോ ആട്ടോ. പക്ഷേ അതിൻ്റെ അപ്പർ പാർട്ട് മാത്രമേ ഈ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ളൂ. ലോവർ പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും കേട്ടോ ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുഞ്ഞുടുപ്പിന് നമ്മൾ അവരെ സൈസ് നമ്മൾ നോക്കിയിട്ട് എത്രയാണോ അതിനനുസരിച്ച് ചെയിൻസ് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉടുപ്പ് തുടങ്ങാം. ഞാനിതവിടെ സ്ലിപ്പ് നോട്ട് ഇട്ട് ഒരു 79 ചെയിൻസ് ചെയ്തെടുക്കുക കേട്ടോ. 79 ചെയിൻസാണ് ചെയ്യുന്നത്. നമുക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ അവിടെ 79 ചെയിൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് തേർഡ് ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. തേർഡ് ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. പിന്നെ ടോട്ടൽ ഒരു 10 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അടുത്ത നെക്സ്റ്റ് 10 ചെയിൻസിൽ ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഓരോ ഡബിൾ ക്രോഷ്യ നമ്മൾ കറക്റ്റ് 10 എണ്ണം കഴിഞ്ഞാൽ നമ്മൾ 11ാമത്തിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. 2 ചെയിൻ ഇടുക. സെയിം സ്റ്റിച്ച് തന്നെ ഒരു ഡബിൾ ക്രോഷ്യോട് ചെയ്യാം. ഒരു വി സ്റ്റിച്ച് ചെയ്യാം. 10 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ 11ാമത്തതിൽ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ. ആദ്യം 10 എണ്ണം ചെയ്തെടുക്കുക. നമ്മൾ 11ാമത്തേലെത്തി. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, 2 ചെയിൻസ് ഇട്ടു, ഒരു ഡബിൾ ക്രോഷ്യോട് ചെയ്തു. ഇനി നെക്സ്റ്റ് 18 ചെയിൻസിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. എണ്ണം ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യത്തെ 10 എണ്ണം, ദെൻ 11ാമത്തതിൽ നമ്മൾ ഒരു വി സ്റ്റിച്ച് ചെയ്തു, അതായത് ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ. ഇനി 18 എണ്ണത്തിൽ 18 ചെയിൻസിൽ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. ഓക്കെ, നമുക്ക് ചെയ്യാം. നമ്മളിവിടെ ഇങ്ങനെ ഓരോ ഡബിൾ ക്രോഷ്യേഴ്സും കറക്റ്റായിട്ട് എണ്ണി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ചെയിൻസും ഡബിൾ ക്രോഷ്യേൻ്റെ ഒക്കെ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യം ഇട്ടതൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ആ വീഡിയോസൊക്കെ നോക്കിയതിന് ശേഷം ഇത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ 18 ചെയിൻസിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ 10 എണ്ണം ചെയ്തു. 11ാമത്തതിൽ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 18 എണ്ണത്തിൽ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. 19ാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ. ഞാൻ വീണ്ടും ഒരു 20 ഡബിൾ ക്രോഷ്യേസ് ചെയ്യണം. നമുക്കത് നോക്കാം. അങ്ങനെ നമ്മൾ 19th സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഇനി 20 ചെയിൻസിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. 20 ചെയിൻസിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. 21st ചെയിനിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ. നമുക്ക് ചെയ്തു വരാം കേട്ടോ. നമ്മളിവിടെ 20 ചെയിൻസിൽ ചെയ്തു കേട്ടോ. അപ്പോൾ 21st ചെയിനിൽ നമ്മൾ ചെയ്യാൻ പോവുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, 2 ചെയിൻ ഇട്ടു, ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തു. വീണ്ടും 18 ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതേപോലെ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ 19ാമത്തേൽ നമ്മൾ 2
ഒരു വി സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും 10 ഡബിൾ ക്രോഷ്യേഴ്സും കൂടെ ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ആ റൗണ്ട് അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടോ. നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, നെക്സ്റ്റ് സ്പേസിൽ അടുത്ത ഡബിൾ ക്രോഷ്യ. അങ്ങനെ നമ്മൾ ആ 11 എണ്ണത്തിൽ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യാം. ആദ്യം നമ്മൾ 10 ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു എക്സ്ട്രാ ഒരു വി സ്റ്റിച്ചിൻ്റെ വന്നല്ലോ. അപ്പോൾ ആ 11ാമത്തേൽ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ആ വി സ്റ്റിച്ചിൻ്റെ സെൻട്രൽ ചെയിൻ സ്പേസിൽ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ബാക്കി എല്ലാ സ്ഥലത്തും ഡബിൾ ക്രോഷ്യേസ്, ഓരോ ഡബിൾ ക്രോഷ്യ വീതം തന്നെ ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ ഒരു 11 റൗണ്ട്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതവിടെ 11 റൗണ്ട്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ റൗണ്ടും കാണിക്കാതിരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ടൈം ലാഗ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഫസ്റ്റ് സെയിം റിപ്പീറ്റേഷൻ തന്നെയാണ് വരുന്നത്. ആ വി വരുന്ന സ്ഥലത്തൊക്കെ വി, ബാക്കി എല്ലാ സ്പേസിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ നമ്മൾ അപ്പർ പാർട്ടിൻ്റെ ഒരു 50% കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അത് ജോയിൻ ചെയ്യുക, 2 സൈഡും ജോയിൻ ചെയ്യുക. ആ 11th റൗണ്ടിൽ നമ്മളത് ജോയിൻ ചെയ്തു. ഒരു സ്ലിപ്പ് ഇട്ടിട്ട് ആ 3rd ചെയിനിലേക്ക് ജോയിൻ ചെയ്തു. വീണ്ടും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക ഓരോ ചെയിൻസിലും. നിങ്ങൾ നമ്മൾ ആ ഫസ്റ്റ് വി വരുന്ന അവിടെ വരെ ഓരോ ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. ദെൻ ആ വി വരുന്ന സ്ഥലത്ത് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. 4 ചെയിൻസ് ഇടുക. 4 ചെയിൻസ് ഇട്ടിട്ട് നമ്മളിനി സ്ലീവ് ജോയിൻ ചെയ്യാൻ പോവാം കേട്ടോ. അപ്പം നെക്സ്റ്റ് നെക്സ്റ്റ് സ്പേസൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തൊരു വി കാണുന്നില്ലേ, അവിടേക്ക് ഒരു ഡബിൾ ക്രോഷ്യോടെ ചെയ്തിട്ട് ആ സ്ലീവ് ജോയിൻ ചെയ്യുക. കണ്ടോ, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, ദെൻ 4 ചെയിൻസ് ഇടുക, എന്നിട്ട് അടുത്ത സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ഇട്ട് നമ്മൾ ആ 2 സ്ലീവും ജോയിൻ ചെയ്യും. എന്നിട്ട് ബാക്കി വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യാം. നമുക്ക് ചെയ്യാം കേട്ടോ. ഓരോ ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. ദെൻ ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും അടുത്ത കൈയിൻ്റെ അവിടെയും വരിക. അപ്പോൾ ആ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത കോർണർ എത്തുമ്പം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, 4 ചെയിൻസ് ഇടുക, അടുത്ത സ്പേസിലേക്ക് അത് ജോയിൻ ചെയ്യുക ഒരു ഡബിൾ ക്രോഷ്യ ഇട്ടിട്ട്. എന്നിട്ട് ബാക്കി സ്ഥലങ്ങളിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. നമുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. ഞാനിത് അവിടെ ചെയ്തെടുത്തു, കണ്ടോ. 2 സ്പേസും നമ്മൾ ജോയിൻ ചെയ്തു, 2 ആം ഹോളും നമുക്ക് കിട്ടി. ഞാൻ ആ 2ാമത്തെ കൈയിൻ്റെ ഇത് ചെയ്യുന്നതൊന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി ആർക്കും കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ട് ബാക്കിയൊക്കെ സെയിം നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വരുന്ന സ്ഥലത്ത് ഓരോ ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്തെടുക്കുക. സെയിം ലെഫ്റ്റ് വരുന്ന എല്ലാ സ്പേസിലും നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. നമ്മളത് ആ ബാക്കി വരുന്ന സ്ഥലങ്ങളും കൂടെ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഞാനതും കൂടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ആ 3rd ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് ജോയിൻ ചെയ്യും. മേലെ നമുക്ക് ബട്ടൺ വെക്കാണ്ട് കേട്ടോ, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇനി ഒരു ഡബിൾ ക്രോഷ്യ 3 ചെയിൻസ് ഇടുക, ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓരോ ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഓരോ ഡബിൾ ക്രോഷ്യൻ്റെ മേലെ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. ആ ചെയിൻ്റെ സ്ഥലത്തെത്തുന്നവരെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്തെടുക്കുക. നമുക്കതുവരെ ചെയ്യാം. എന്നിട്ട് ആ ചെയിനിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സ്ലീവിൻ്റെ സ്ഥലത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അതവിടെ എത്തി.
ഇനി നമ്മൾ ആ ചെയിനിൽ 4 ചെയിൻസ് അല്ലേ ഇട്ടത്, അപ്പോൾ ഓരോ ചെയിൻസിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. 4 ചെയിൻസിൽ 2 ഡബിൾ ക്രോഷ്യ വീതം, അപ്പോൾ 8 ഡബിൾ ക്രോഷ്യസ് ചെയ്യാം. ഓരോ ചെയിൻസിലും ഈ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കാം. ഞാൻ ഓരോന്നിലും ചെയ്യാണ്. ബാക്കി എല്ലാ സ്പേസിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ എന്നേ ചെയ്യുന്നുള്ളൂ. ഈ ചെയിനിൻ്റെ ഈ സ്ലീവിൻ്റെ പാർട്ടിൽ മാത്രമേ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത സ്പേസും അതേപോലെ തന്നെ വരിക. ബാക്കി സ്ഥലത്തൊക്കെ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യസ് ചെയ്തെടുക്കുക. ഞാൻ അവിടെ ഓരോ ഡബിൾ ക്രോഷ്യയും ചെയ്യാണ്. ആ സ്ലീവ് പാർട്ട് കഴിഞ്ഞു. പിന്നെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യസേ ചെയ്യുന്നുള്ളൂ കേട്ടോ. കണ്ടോ, അവിടെ 2 എണ്ണം, 1 2 3 4, 4 സ്ഥലത്ത് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്തു. ഇനി വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെയിം ഓപ്പോസിറ്റ് സൈഡിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആ 4 ചെയിൻസ് വരുന്ന സ്ഥലത്ത് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. നമുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിത് ആ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. കണ്ടോ, നമ്മൾ ആ സ്ലീവൊക്കെ നല്ല പെർഫെക്റ്റായി. ഇനി നമുക്ക് ആ റൗണ്ട് സ്ലിപ്പ് ഇട്ടിട്ട് ജോയിൻ ചെയ്യാം. 3rd ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ട് ജോയിൻ ചെയ്യാം. വീണ്ടും നമ്മൾ 2 റൗണ്ട്സും കൂടെ ചെയ്യുന്നുണ്ട്. ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുള്ളൂ. ആ 2 ഡബിൾ ക്രോഷ്യൻ്റെ ആ സ്ഥലത്ത് ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷ്യസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. 2 റൗണ്ടിലും ഓരോ ഡബിൾ ക്രോഷ്യ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 3, 4, 5 റൗണ്ട്സും കൂടെ കൂട്ടാം കേട്ടോ. ഞാനിവിടെ 2 റൗണ്ടേ ചെയ്തിട്ടുള്ളൂ. എല്ലാ സ്പേസിലും നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. നമുക്ക് ചെയ്തിട്ട് വരാം. ഇവിടെ ഞാനിതാ 2 റൗണ്ട്സ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ആ സ്ലീവ് ഒന്ന് കാണിച്ചു തരാം. അവിടെ എത്തുന്നവരെ ഒരു ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അവിടെ അങ്ങോട്ടും നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുള്ളൂ. അവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തിരുന്നല്ലോ. പക്ഷെ നമ്മൾ ഈ റൗണ്ടിൽ എല്ലാ ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷ്യസേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായോ? നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് ആ ഡബിൾ ക്രോഷ്യസിലും ഓരോ ഡബിൾ ക്രോഷ്യസ് വീതം തന്നെ ചെയ്യുന്നുള്ളൂ. വേറെ മാറ്റങ്ങളൊന്നുമില്ല. സെയിം നമുക്ക് 2 റൗണ്ട്സും കൂടെ ചെയ്യാം. നമുക്ക് ചെയ്തിട്ട് വരാം. ഞാനിത് അവിടെ 2 റൗണ്ട്സും കൂടെ ചെയ്തു. നമ്മൾ അപ്പർ പാർട്ട്, ആ ഡ്രസ്സിൻ്റെ അപ്പർ പാർട്ട് ഇതാ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ലോവർ പാർട്ടിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഇതുവരെ റെഡിയാക്കി വെച്ചോളൂ. അപ്പോഴേക്കും നമ്മൾ ബാക്കി ഭാഗമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇതിൻ്റെ യോഗ് പാർട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പീച്ച് കളറിയാണ് കേട്ടോ അടുത്തത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അറ്റാച്ച് ചെയ്തു. ഇനി ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഇതുവരെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഡൗൺ പാർട്ടാണ് ഈ വീഡിയോയിലുള്ളത് കേട്ടോ. അത് നമ്മൾ ഫൈനൽ വീഡിയോ ആണ്. നമുക്ക് നോക്കാം. ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. സോറി 3 ചെയിൻസ് ഇട്ടു, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ആ സ്പേസിൽ നമ്മൾ 2, അതായത് 3 ചെയിൻ പ്ലസ് ഒരു ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത 3 ചെയിൻസിൽ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. വീണ്ടും 2 ഡബിൾ ക്രോഷ്യ, പിന്നെ ഓരോ ഡബിൾ ക്രോഷ്യ, 3 സിംഗിൾ ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, അങ്ങനെ 3 ഡബിൾ ക്രോഷ്യ. അപ്പം നമുക്ക് ഈ റൗണ്ട് ഫുള്ള് ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്തെടുക്കാം. ഞാനിതവിടെ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക കേട്ടോ. ആദ്യം 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ
ഈ റൗണ്ട് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഓരോ സ്റ്റിച്ചിലും ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതാ ആ റൗണ്ട് ഫുള്ള് ഇതവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ആ വൈറ്റിൽ ആ പീച്ച് നല്ല ലുക്ക് ഉണ്ടല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട്. 2 കളേഴ്സും ചേരുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സ്പേസിൽ വീണ്ടും 3 ചെയിൻസ് ഇട്ടു, ഒരു ഡബിൾ ക്രോഷിയോട് ചെയ്തു. ആ ഫസ്റ്റ് സ്പേസിൽ നമ്മൾ 2 ഡബിൾ ക്രോഷി. ഇനി ഒരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷി ആട്ടോ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്പേസിൽ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷി. വീണ്ടും നെക്സ്റ്റ് ചെയിനുകളിലൊക്കെ ഓരോ ഡബിൾ ക്രോഷി വീതം ചെയ്തെടുക്കുക. 1 2 3. ഇനി അടുത്ത സ്പേസ് ഉണ്ടാവില്ലേ, നമ്മൾ ആ 2 ഡബിൾ ക്രോഷി ചെയ്തതിൻ്റെ മേലെ വരുന്ന സ്ഥലത്ത് 2 ഡബിൾ ക്രോഷി തന്നെ ചെയ്യാം. നെക്സ്റ്റിൽ ഒരു ഡബിൾ ക്രോഷി, ഒരു ഫ്രണ്ട് പോസ് വരും. അങ്ങനെ നമ്മൾ ഓരോ ചെയിൻസിലും ചെയ്തെടുക്കുക. അതായത് 2 ഡബിൾ ക്രോഷിയെ, ദെൻ ഒരു ഫ്രണ്ട് പോസ് ഡബിൾ ക്രോഷിയെ, പിന്നെ സിംഗിൾ ഡബിൾ ക്രോഷിയെ ചെയ്യാം. ആ 2 ഡബിൾ ക്രോഷിൻ്റെ മേലെ തന്നെ ആട്ടോ സെയിം 2 ഡബിൾ ക്രോഷിയെ വരേണ്ടത്. ഒന്ന് ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് തെറ്റാതെ ചെയ്തെടുക്കുക. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് തെറ്റിയാൽ ഷേപ്പ് മാറും. ഡ്രസ്സിൻ്റെ ഷേപ്പൊക്കെ വേറെ ഷേപ്പായിട്ട് വേവ്സൊക്കെ പോലെ ആയിപ്പോവും. അല്ല, എനിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കത് ഇതാക്കണ്ടോ, ഞാനിതവിടെ ചെയ്തെടുത്തു. 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ 3 സിംഗിൾ ഡബിൾ ക്രോഷ്യ, ദെൻ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ, ഒരു ഫ്രണ്ട് പോസ്റ്റ്, 3 സിംഗിൾ ഡബിൾ ക്രോഷ്യ. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ റൗണ്ട് ഫുൾ നമ്മൾ ചെയ്തെടുത്തു. ഇനി അടുത്ത റൗണ്ടിലും സെയിം ഇതേപോലെ തന്നെ 3 ചെയിൻസ് ഇട്ടു, ഒരു ഡബിൾ ക്രോഷ്യ. ആ ഫ്രണ്ട് പോസ് വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഫ്രണ്ട് പോസ് തന്നെ ചെയ്യാൻ പാടൂ. ആ 2 ചെയിൻസ് വരുന്ന റൗണ്ടിൽ ഒരു റൗണ്ട് റിപ്പീറ്റും ഒരു റൗണ്ട് ഒരു റൗണ്ട് ഇൻക്രീസും ഒരു റൗണ്ട് ഡിക്രീസുമാണ് വരിക. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ ഇൻക്രീസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുന്നില്ല, ഫുൾ സിംഗിൾ ഡബിൾ ക്രോഷ്യേസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മൾ ആ ഫ്രണ്ട് പോസ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഫ്രണ്ട് പോസ് ചെയ്തു, ദെൻ സിംഗിൾ ഡബിൾ ക്രോഷ്യേസ് മാത്രം, 2 ഡബിൾ ക്രോഷ്യ എവിടെയും ചെയ്യുന്നില്ല. നെക്സ്റ്റ് റൗണ്ടിൽ വീണ്ടും നമ്മൾ ഇൻക്രീസ് വരുമ്പോൾ ആ 2 ഡബിൾ ക്രോഷ്യ വരുന്ന സ്പേസിൻ്റെ നേരെ മേലെയായിട്ട് തന്നെ 2 ഡബിൾ ക്രോഷ്യേസ് വരും. അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ റൗണ്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ആ 2 വരുന്ന സ്ഥലത്ത് ആ 2 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തതിൻ്റെ അതേ സ്ഥലത്ത് നമ്മൾ ഈ റൗണ്ടിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നുള്ളൂ. കാരണം ഇവിടെ ഇൻക്രീസ് ഇല്ല, ഡിക്രീസാണ്. അടുത്ത റൗണ്ടിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 ഡബിൾ ക്രോഷ്യേൻ്റെ മേലെ 2 ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യുക. ഫ്രണ്ട് പോസിൻ്റെ അവിടേക്ക് ഫ്രണ്ട് പോസ് ചെയ്യുക. ഇങ്ങനെ ഒരു റൗണ്ട് ഇൻക്രീസ്, ഒരു റൗണ്ട് ഡിക്രീസ്, അങ്ങനെ നമ്മളൊരു 12 റൗണ്ട്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ ഒരു 4-5, നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് റൗണ്ട് കൂട്ടിയെടുക്കുക കേട്ടോ. ഒരു 15 റൗണ്ട്സ് വരെയൊക്കെ ചെയ്യാം, ഇൻക്രീസും ഡിക്രീസും ആയിട്ട്. പിന്നെ ഒരു 5 റൗണ്ട്സോ 6 റൗണ്ട്സോ ഒക്കെ നിങ്ങൾക്ക് ഡിക്രീസ്, അതായത് ഫുള്ള് സിംഗിൾ ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്തിട്ടും ചെയ്യാം. നമുക്കത് ചെയ്തെടുത്തിട്ട് വരാം. നമ്മളിവിടെ ഒരു 12 റൗണ്ട്സ് ഇതേപോലെ ഒരു റൗണ്ട് ഇൻക്രീസ് ചെയ്തിട്ടും ഒരു റൗണ്ട് ഡിക്രീസ് ചെയ്തും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ റൗണ്ട്സും ചെയ്തെടുക്കാം. 2 ഡബിൾ ക്രോഷ്യ വരുന്നതിൻ്റെ അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഇൻക്രീസ് വരുന്ന റൗണ്ടിലും നമ്മൾ ആ ഡബിൾ ക്രോഷ്യ 2 ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടാണ് എല്ലാ റൗണ്ട്സിലും ഫ്രണ്ട് പോസിൻ്റെ മേലെ തന്നെ ഫ്രണ്ട് പോസേ ചെയ്യുന്നുള്ളൂ. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ സെയിം 2 ഡബിൾ ക്രോഷ്യ ചെയ്തു, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ഫ്രണ്ട് പോസ്. അങ്ങനെ ഓരോ റൗണ്ട് വരുമ്പോഴും ആ ഡബിൾ ക്രോഷ്യ 2 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് വരുന്ന കൂടി വരും. ഞാനിതവിടെ 3 റൗണ്ട്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ആ വയലറ്റ് 2 റൗണ്ട് വരെ നമ്മൾ ഇൻക്രീസും ഡിക്രീസും ആയിട്ടുള്ളത് മിക്സായിട്ട് ചെയ്ത് അവിടെ നിന്ന് താഴെയുള്ള റൗണ്ട്സ് നമ്മൾ സിംഗിൾ ഡിക്രീസിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം കണ്ടോ, ഓരോ റൗണ്ട്സും നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് അടുത്ത റൗണ്ട് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ സ്റ്റിച്ച് മാറുകയാണ്. ഈ പാറ്റേണല്ല, അടുത്ത് വേറെ ഒരു ഡിസൈനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് എങ്ങനെ ചെയ്യണം നോക്കാം. ആദ്യം ഒരു 3 ചെയിൻസ് ഇടുക. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യോടെ ചെയ്യുക. എന്നിട്ട് 3 ചെയിൻസ് ഇടുക. സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യോടെ ചെയ്തെടുക്കുക. അതായത് നമ്മൾ വി സ്റ്റിച്ചില്ലേ, നമ്മൾ സിംഗിൾ ഡബിൾ ക്രോഷ്യ, ദെൻ 2 ചെയിൻ, പിന്നെ ഒരു സിംഗിൾ ഡബിൾ ക്രോഷ്യ, അങ്ങനെ ഒരവിടെ 2 ഡബിൾ ക്രോഷ്യ, 3 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് 2 സ്പേസ് നമ്മൾ സ്കിപ്പ് ചെയ്യുക. അടുത്ത സ്പേസിൽ വീണ്ടും ഇതേപോലെ 2 ഡബിൾ ക്രോഷ്യ, 3 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഈ റൗണ്ട് ഫുള്ള് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചെയിൻസിലും ചെയ്ത് വരാം. 2 ഡബിൾ ക്രോഷ്യ, 3 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, ദെൻ 2 സ്കിപ്പ് ചെയ്യുക, ദെൻ 2 ഡബിൾ ക്രോഷ്യ, 3 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, അങ്ങനെ ഓരോ സ്പേസിലും ചെയ്തെടുക്കും. ഞാനിത് അവിടെ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ല. നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ലെങ്ത്ത് ഇത് മതിയെങ്കിൽ ഇവിടെ വെച്ചിട്ട് നിർത്താം കേട്ടോ. ഞാൻ കുറച്ചും കൂടെ റൗണ്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വൈറ്റ് അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരു ഭംഗി ആയിക്കോട്ടെ വെച്ചിട്ട്, ഒരു മിക്സ് ആയിക്കോട്ടെ. കുറേ വയലറ്റ് ആകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പം ഓരോ ചെയിൻ സ്പേസിലും, അതായത് നമ്മൾ ആ 3 ചെയിൻസ് ചെയ്ത സ്ഥലത്തും 6 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ആദ്യം ഒരു 3 ചെയിൻസ് ഇട്ടു, ദെൻ ഒരു 5 ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത സ്പേസിലും 6 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 6 ഡബിൾ ക്രോഷ്യേസ് ഓരോ ചെയിൻ സ്പേസിലും ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് ഫുൾ ആ ചെയിൻ സ്പേസുകളിലൊക്കെ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. നമുക്ക് ഓരോ സ്പേസിലും ചെയ്യാം. അപ്പോൾ അതാ നമ്മളെ റൗണ്ട് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്കിപ്പോൾ ഇതുവരെ മതിയെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഡ്രസ്സ് നിർത്താട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇനിയും റൗണ്ട്സ് കൂട്ടി കൊണ്ടുവരണമെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ ഇനി അടുത്ത ഇതിൽ നമ്മൾ ഇപ്പം ചെയ്തിട്ടുണ്ടായിരുന്ന ഡബിൾ ക്രോഷ്യേസ് 6 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തില്ലേ, അതിൻ്റെ മേലേക്ക് ആ ഡബിൾ ക്രോഷ്യേൻ്റെ മേലേക്ക് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഇങ്ങനെയുള്ള റൗണ്ടിൽ എല്ലാ ഡബിൾ ക്രോഷ്യേൻ്റെ മേലെ ഓരോ ഡബിൾ ക്രോഷ്യ വീതം തന്നെ ചെയ്യാം. നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യേൻ്റെ മേലെ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്താലും ചെയ്യാം. നമ്മളെ ഡബിൾ ക്രോഷ്യേസിൻ്റെ ആ റൗണ്ട് ഫുള്ള് ഇതവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ വീണ്ടും ഒന്ന് യാണ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വയലറ്റ് യാണാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇനിയുള്ള റൗണ്ട് വയലറ്റ് യാണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ആ വയലറ്റ് യാണ് അറ്റാച്ച് ചെയ്തിട്ട് വരാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, 5 ചെയിൻസ് ഇടുക. സ്ലിപ്പ് ഇട്ടു, നെക്സ്റ്റ് സ്പേസിലേക്ക് വയലറ്റ് കൊണ്ടുവന്നു, ദെൻ 5 ചെയിൻസ് ചെയ്യുക. 4 ചെയിൻസ് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് 5ാമത്തെ ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും 5 ചെയിൻസ് ഇടുക, 4 സ്പേസ് സ്കിപ്പ് ചെയ്യുക. 5ാമത്തെ സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് 5 ചെയിൻസ് ഇടുക, ഒരു 5th സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ. അങ്ങനെ നമ്മളിതാ റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെതാ ചെയ്തെടുത്തു കേട്ടോ. ഇനി അടുത്ത റൗണ്ടിൽ വൈറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 4 ചെയിൻസ് ഇട്ടു, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻ ഇടുക, അങ്ങനെ 6 ഡബിൾ ക്രോഷ്യ. ഓരോ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞാൽ ഓരോ ചെയിൻസ് ഇടുക. അങ്ങനെ ഓരോ ചെയിൻസിലും
ഓരോ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞാൽ ഓരോ ചെയിൻസ് ഇടുക. അങ്ങനെ 6 ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് ഒരു ചെയിൻ ഇടുക. അടുത്ത സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻ ഇടുക. സോറി, തെറ്റിപ്പോയിട്ടുണ്ട്. അടുത്ത സ്പേസിലാട്ടോ കണ്ടത്, ഞാനത് മാറ്റിയിട്ട് പറഞ്ഞുതരാം. നമ്മൾ വീണ്ടും ആ 6 ഡബിൾ ക്രോഷ്യ ചെയ്തു, ഒരു ചെയിൻ ഇട്ടു, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, ഒരു ചെയിൻ ഇട്ടു. വീണ്ടും 6 ഡബിൾ ക്രോഷ്യേസ് അടുത്ത സ്പേസിൽ ചെയ്യുക. ഓരോ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞാൽ ഓരോ ചെയിൻസ് ഇടണം. 6 എണ്ണം കഴിഞ്ഞാൽ ഒരു ചെയിൻ ഇടുക. നെക്സ്റ്റ് സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ദെൻ വീണ്ടും ഒരു ചെയിൻ ഇടുക. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചെയ്തെടുക്കുക. ആ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ചെയ്യാം. നമ്മളത് ചെയ്തെടുത്തു. ഇനി നമ്മളെ ഫൈനൽ റൗണ്ട് ആണ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം 3 ചെയിൻസ് ഇടുക. ദെൻ ഓരോ ഡബിൾ ക്രോഷ്യേൻ്റെ മേലെ ഓരോ സ്പേസിലും ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത സ്പേസിലും ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻസ് ഇടുന്ന സ്പേസിലും ഒരു ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഫുൾ സ്പേസിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളെ ലാസ്റ്റ് റൗണ്ടാണിത്. ഇവിടെ കഴിഞ്ഞ് നമ്മളെ ഡ്രസ്സിൻ്റെ ഫുൾ സ്റ്റിച്ചും കഴിഞ്ഞു, ഫിനിഷ് ചെയ്യും. ആ സിംഗിൾ ക്രോഷ്യേൻ്റെ മുന്നേ വരുന്ന ചെയിൻ സ്പേസ് ഇല്ലേ, അവിടെ നമ്മളൊരു ഡബിൾ ക്രോഷ്യ, ആ സിംഗിൾ ക്രോഷ്യേൻ്റെ മേലെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ചെയിൻ സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഫുൾ സ്പേസിലും ഫുൾ ചെയിൻ സ്പേസുകളിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ കണ്ട് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തെടുക്കുക. നമ്മൾ ഡ്രസ്സ് ഇതവിടെ റെഡിയായി. കണ്ടോ, ഫൈനൽ ലുക്ക് ഇതാണ്. ഞാൻ അതിൻ്റെ മേലെ ഒരു ഫ്ലവർ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിൽ 2 ബട്ടൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഉടുപ്പിൻ്റെ പാറ്റേൺ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലൊരു ഡ്രസ്സ് ഉണ്ടാക്കി നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. പിന്നെ വിട്ടുപോയൊരു കാര്യം, നമ്മൾ ഈ പാറ്റേണിലും 3mm ക്രോഷ്യ ഹുക്കും ആക്രിലിക് യാണും തന്നെ കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.